ശബ്ദം കൊണ്ടും ചടുലമായ ചുവടുകൾ കൊണ്ടും ലോകത്തെ വിസ്മയിപ്പിച്ച രണ്ടക്ഷരം. സോഷ്യൽ മീഡിയ പോലും ഇല്ലാത്ത കാലത്ത് കേരളം അടക്കമുള്ള കൊച്ചു ദൂരത്തിലെ കൊച്ചു കുട്ടികൾക്കിടയിൽ പോലും മാസായി മാറിയ മാന്ത്രികൻ. അയാൾക്ക് ഒരേ ഒരു പേര്, മൈക്കിൾ ജാക്സൺ. ലോകമെങ്ങും അത്ഭുതത്തോടെ നോക്കിക്കണ്ട ജീവിതം ഇന്ന് ബിഗ് സ്ക്രീനിലേക്ക് എത്തുകയാണ്. മൈക്കിൾ, ഇവിടെ തുടങ്ങുകയാണ് ആ ജീവിതം. MJ, ഈ രണ്ടക്ഷരങ്ങൾ മാത്രം മതിയായിരുന്നു മൈക്കിൾ ജാക്സനെ വർണ്ണിക്കാൻ. നിറപുഞ്ചിരിയോടെ നീളൻ മുടിയുമായി കറുത്ത തൊപ്പിയണിഞ്ഞ് അയാൾ നടന്നു വരുമ്പോൾ ചിലർ ആവേശം കൊണ്ട് മതിമറന്നു. മറ്റു ചിലർ ഇത് സ്വപ്നമോ എന്ന ഞെട്ടലിൽ അവിടെ മയങ്ങി വീഴുകയായിരുന്നു. അദ്ദേഹം അന്ന് തീർത്ത ആ വിസ്മയം ബിഗ് സ്ക്രീനിൽ ഉണ്ടാകുമെന്നതിലും യാതൊരു സംശയവും വേണ്ട. ട്രെയിനിങ് ഡേ, ദ ഇക്വലൈസർ തുടങ്ങിയ ചിത്രങ്ങൾ സംവിധാനം ചെയ്ത അന്റോയിൻ ഫുക്കോയാണ് മൈക്കിൾ എന്ന സിനിമയും സംവിധാനം ചെയ്യുന്നത്. ജാക്സണായി എത്തുന്നതോ അദ്ദേഹത്തിന്റെ സ്വന്തം അനന്തരവൻ ജാഫർ ജാക്സണും. ജോൺ ലോഗനാണ് തിരക്കഥ. ജാഫറിന് പുറമെ കോൾമാൻ ഡൊമിങ്ങോ, നിയ ലോങ്, ലോറ ഹരിയർ, മൈൽസ് ടെല്ലർ എന്നിവരടങ്ങുന്ന വൻ താരനിരയാണ് ചിത്രത്തിലുള്ളത്. എന്നാൽ ഈ നിമിഷം ചില കാര്യങ്ങൾ പറയാതെ വയ്യ. ഹോളിവുഡ് ആരാധകർ ഏറെ കാത്തിരുന്ന ചിത്രം ബിഗ് സ്ക്രീനിൽ എത്തും മുൻപേ ചൂടൻ ചർച്ചകളിൽ ഇടം പിടിച്ചിരുന്നു. അതിലൊന്ന് നാം എല്ലാം കരുതുന്നത് പോലെ തന്നെ ജാഫർ ജാക്സന്റെ അസാമാന്യ പ്രകടനം തന്നെയാണ്. ജാക്സന്റെ ഓരോ ചലനങ്ങളും സസൂക്ഷ്മം ഒപ്പിയെടുത്ത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന ജാഫറിന് 100-ൽ 100 മാർക്കാണ് പലരും നൽകുന്നത്. എന്നാൽ മറുവശത്താകട്ടെ ചിത്രത്തിന്റെ ഏകപക്ഷീയമായ കഥയെ പറ്റിയുള്ള ചർച്ചയാണ് ചൂടുപിടിക്കുന്നത്. മൈക്കിളിന്റെ ജീവിതത്തിലെ കറുത്ത അധ്യായങ്ങളെ തൊടാൻ സിനിമ മടിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ വിമർശനം. ബാലപീഡന ആരോപണങ്ങളിലടക്കം ഒരു പരാമർശം പോലും നൽകാതെ ജാക്സന് ഒരു ക്ലിയർ കട്ട് ക്ലീൻ ഇമേജ് നൽകാൻ മാത്രമാണ് മൈക്കിൾ എന്ന സിനിമ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് ചിലരുടെ വാദം. ബാലപീഡന ആരോപണങ്ങൾ ഫൈനൽ കട്ടിൽ നിന്ന് നീക്കം ചെയ്തു എന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. വിവാദങ്ങൾ ഭയന്ന് നിർമ്മാതാക്കളുടെ നിർദ്ദേശത്തെ തുടർന്ന് തന്നെ കോടികൾ മുടക്കി സിനിമയിലെ ചില ഭാഗങ്ങൾ റീഷൂട്ട് ചെയ്തുവെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇങ്ങനെ ചിത്രത്തിലൂടെ മൈക്കിളിനെ വെള്ളപൂശുക മാത്രമാണ് ചെയ്യുന്നതെന്നാണ് ഒരു വിഭാഗം അഭിപ്രായപ്പെടുന്നത്. അതിനിടെ പ്രമുഖ വെബ്സൈറ്റായ റോട്ടൻ ടൊമാറ്റോസിൽ വന്ന സിനിമയുടെ റേറ്റിംഗും വലിയ ചർച്ചയാകുന്നുണ്ട്. വെറും 35% റേറ്റിംഗ് മാത്രമാണ് സിനിമയ്ക്ക് നിലവിലുള്ളത്. വളരെ മോശം സിനിമയെന്നാണ് BBC പോലും ഈ ചിത്രത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇതൊക്കെ മൈക്കിൾ കാണാൻ കാത്തിരിക്കുന്നവർക്കിടയിൽ ചെറിയ നിരാശയ്ക്ക് വഴിവെച്ചിട്ടുണ്ട്. എന്തായാലും ഹോളിവുഡ് പ്രേമികൾ സിനിമ കണ്ടേ തീരുവെന്ന വാശിയിലാണ്. അതിപ്പോൾ പോസിറ്റീവ് ആയാലും ശരി, നെഗറ്റീവ് ആയാലും ശരി. കണ്ടിട്ട് ഈ കേട്ടതൊക്കെ തന്നെയാണ് സ്ക്രീനിൽ നിന്ന് നോക്കട്ടെ എന്നും എന്നിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ പറയുന്നതെന്നുമാണ് ചിലർ പറയുന്നത്. എന്തായാലും വിമർശനങ്ങൾ പോലും വലിയ പബ്ലിസിറ്റിയായി മാറുന്ന ഇക്കാലത്ത് ചിത്രം റെക്കോർഡ് ഭേദിച്ചു മുന്നേറുമോ അതോ കാണികൾക്കിടയിൽ കിടന്ന് കിതയ്ക്കുമോ എന്ന് കാത്തിരുന്ന് തന്നെ നമുക്ക് കാണാം.